അങ്ങനത്തെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടെ വരവായി. വൈകുന്നേരം ആയപ്പോൾ രണ്ടാളും പറഞ്ഞു നമുക്ക് ആ ട്രീയും സ്റ്റാറും ഒക്കെ അങ്ങ് ഫിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ അവന്മാർ തന്നെ അവിടെ കിടന്ന ബൾബൊക്കെ മാറ്റി നമ്മുടെ സ്റ്റാറൊക്കെ ഫിറ്റ് ചെയ്തു. നമ്മുടെ അപ്പൂസ് ആദ്യം തന്നെ സ്റ്റാർ ഫിറ്റ് ചെയ്തു. പക്ഷേ ഒരു അബദ്ധം പറ്റി. ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ അത് കറങ്ങി തിരിഞ്ഞു പോയേക്കുന്നു. അവൻ വീണ്ടും ആ പരിശ്രമം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും അവൻ ആ സ്റ്റാർ ഇട്ടു. ആ സമയത്ത് തന്നെ നമ്മുടെ ഉദ്ഘാടകനായ നമ്മുടെ സ്വന്തം എമ്മൂസ് അവിടെ വന്നു ഇപ്പോൾ കേട്ടോ. കണ്ടില്ലേ, സ്റ്റാർ തിരിഞ്ഞു പോയി. നമ്മളിങ്ങനെയല്ലല്ലോ ഇടേണ്ടത്, തിരിച്ചായിരുന്നു. ആൾക്ക് തെറ്റിപ്പോയി എന്ന് മനസ്സിലായപ്പോൾ അനിയൻകുട്ടീനെ കൊണ്ട് സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് വീണ്ടും കറക്റ്റ് ആക്കിയിട്ടുണ്ട്, കറക്റ്റ് പൊസിഷനിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അപ്പൂസിൻ്റെ മിഷൻ സക്സസ് അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ട്രീ ഒക്കെ സെറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആൾ താഴെ ഇറങ്ങി കേട്ടോ. അമ്മ ഇത് കറക്റ്റ് അല്ലേ എന്നാണ് ചോദിക്കുന്നത് അവിടെ ഇന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർ എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഇമ്മൂസ് തലയിൽ നമ്മുടെ ട്രീയുമായിട്ട് വരും കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന ട്രീ എടുത്ത് തലയിൽ വെച്ചിട്ട് ഓഹോയ് ഓഹോയ് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് കൊണ്ടത് വെച്ചു. വേഗം തന്നെ ആളങ്ങ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങും. ഒട്ടും ക്ഷമയില്ല. കഴിഞ്ഞ വർഷം അഴിച്ച് അങ്ങനെ തന്നെ വെച്ചിരുന്നേ. അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീനാക്കി ഒന്ന് പൊടിയൊക്കെ അടിച്ച് വൃത്തിയാക്കി അതൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് രണ്ടാളും കൂടെ പരിപാടി. ഞാൻ ഒന്നിലും ഇടപെട്ടില്ല, രണ്ടാളും കൂടെ ചെയ്തോട്ടെ എന്ന് കരുതി. എന്നോട് ആദ്യം പറഞ്ഞു അമ്മ അവിടെ ഇരുന്നാൽ മതി, ഞങ്ങളിതെല്ലാം ചെയ്തോളാം, ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം മാത്രം പറഞ്ഞാൽ മതി എന്ന്. നമുക്ക് പിന്നെ ലാഭമല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ. അവന്മാർ രണ്ടുപേരും കൂടെ ചെയ്യട്ടെ എന്ന് കരുതി. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന, ഞാനും ഇച്ചാനും കൂടെ ചെയ്യുന്ന ഇപ്രാവശ്യം ഒരു മാറ്റം. നമ്മുടെ കുട്ടികൾ വളരുന്നതനുസരിച്ചേ അവർ ഇതൊക്കെ പഠിക്കട്ടെന്നേ. അവർക്ക് പിന്നെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ. അപ്പോൾ തന്നെ ട്രീ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ കണ്ണി കണ്ട സാധനങ്ങളെല്ലാം വലിച്ചു വാരി അതിൻ്റെ മണ്ടക്കൂടി ഇടുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞപ്പോഴേക്കും പിന്നെ ഈ ഒരു പരുവത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. സാരമില്ല, അവർ ചെയ്യട്ടെന്നേ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അഭിപ്രായം പറയാൻ പോയില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് ബോൾസ് ഉണ്ടായിരുന്നു, അതും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കുസൃതികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ അവന്മാരുടെ കുസൃതികൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, നോക്കിയേ. ചെവിയിലും വായിലും ഒക്കെ എടുത്ത് ബോൾസ് എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് നടക്കും നമ്മുടെ അപ്പൂസ്. പണ്ടേ ഇത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഈ ചീട്ടൊക്കെ കളിക്കാൻ വരുന്ന അപ്പച്ചന്മാരുണ്ടല്ലോ, ചെവിയിലിങ്ങനെ വെള്ളയ്ക്ക തൂക്കിയിട്ടിട്ടിരിക്കത്തില്ലേ, എനിക്കതാ ഓർമ്മ വന്നത്. ഏതായാലും കൊള്ളാം. ഞാനതുകൊണ്ടത് വീഡിയോ പിടിച്ചെടുത്തു എന്നല്ല കേട്ടോ. ഇനിയും ഉണ്ട് അവന്മാരുടെ കുറച്ച് പരിപാടികൾ. ഏതായാലും അവന്മാർ ഫിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ട്രീ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി. പിന്നെ ഉണ്ടല്ലോ, ഈ കുഞ്ഞു ലൈറ്റ്സ് മാത്രം സെറ്റ് ചെയ്യാൻ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പയെ വേഗം തന്നെ വിളിച്ചു. പപ്പ അതൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വേഗം തന്നെ അതെല്ലാം അങ്ങ് സെറ്റ് ചെയ്തു. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര സൂപ്പറായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മുടെ പുത്രന്മാർ റെഡിയാക്കിയ നല്ല അടിപൊളി ട്രീയും കൂടെ സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പരിപാടി. രണ്ടാളും പോയി ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് ക്രിസ്മസ് ഫാദറായിട്ട് ഡാൻസും കളിച്ചുകൊണ്ട് നടക്കും കേട്ടോ. വന്ന് എനിക്ക് കൈയൊക്കെ തരുന്നുണ്ട്. ഇവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് ലാസ്റ്റ് ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് കയറി പോകുന്നുണ്ട് കേട്ടോ അകത്തേക്ക്. അപ്പോൾ അവന്മാരുടെ ഡാൻസൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. എന്തായാലും അവന്മാർ കഷ്ടപ്പെട്ട് ഒരുങ്ങി വന്നതല്ലേ, ജസ്റ്റ് എല്ലാവരും ഇത് കണ്ടോളൂ. അപ്പോൾ ശരി, ബൈ ബൈ ടാറ്റ സി യു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടാറ്റ.